ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലെ? അതിന്റെ രണ്ടാം ഭാഗം വായിച്ചോ? ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. എല്ലാം നഷ്ടപ്പെട്ട് സ്വയം സ്നേഹിക്കാനും ജീവിക്കാനും തീരുമാനിക്കുന്ന അതിഥിയിലാണ് ആദ്യ ഭാഗം അവസാനിക്കുന്നതെങ്കിൽ ആ അതിഥിയുടെ പുതിയ ജീവിതത്തെയും മാറ്റങ്ങളെയും ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടിൽ നമുക്ക് കാണാം. ജീവിതം എപ്പോഴും ശരിയായ തീരുമാനങ്ങളുടേത് മാത്രമല്ലെന്നും സ്വന്തമാക്കുന്നിടത്ത് മാത്രമല്ല സ്നേഹം പൂർണ്ണമാവുന്നതെന്നും എനിക്ക് ഞാനുണ്ടെന്ന വിശ്വാസം ഒരാളിലെ ഉള്ളിടത്തോളം കാലം ഒന്നും ഒന്നിന്റെയും അവസാനമല്ലെന്നും ഇതിലെ കഥാപാത്രങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. തന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവാൻ ശരണിനൊരു കാരണം ഉണ്ടാവുമെന്ന് അതിഥിയെ പോലെ ഞാനും വിശ്വസിച്ചിരുന്നെങ്കിലും ശരണിനോടുള്ളിൽ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. രണ്ടാം ഭാഗം വായിച്ചു തീർന്നപ്പോ ആ പരാതിയും ദേഷ്യവും ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. ആദ്യ ഭാഗത്തിലെ കുറച്ച് കഥാപാത്രങ്ങളെ കൂടുതൽ അറിയാനും പുതിയ അതിഥി എല്ലാത്തിനെയും എത്ര ഭംഗിയായാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കാണാനും നമുക്ക് ഇതിലൂടെ പറ്റും. എഴുത്തുകാരി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിൽ നമ്മൾ വായിച്ചറിഞ്ഞ അതിഥി നമ്മളാണെന്ന് തോന്നിയെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടിൽ നിങ്ങൾ അറിയാൻ പോകുന്ന അതിഥി നിങ്ങൾ ഒരിക്കലെങ്കിലും ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. വായനക്കാരെ സ്വയം സ്നേഹിക്കാൻ പഠിപ്പിച്ച അതിഥിയെ സൃഷ്ടിച്ച നിമ്നയോട് താങ്ക് യു.